ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിമ്പിൾ സാൽമൺ റെസിപ്പിയാണ്. സോയ് ഗ്ലേസ്ഡ് സാൽമൺ വിത്ത് വെജീസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുമ്പോഴേ സാൽമണിൽ നിന്ന് വെജിറ്റബിൾസ് നിന്നൊക്കെ ഇറങ്ങുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഷെറിൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബേക്കിംഗ് പാനിലേക്ക് ആദ്യം നമ്മൾ അല്പം സോട്ടിംഗ് ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്കിനി ചെറുതായിട്ട് നുറുക്കിയെടുത്ത സാൽമൺ പീസസ് വയ്ക്കണം. ഏകദേശം 3/4 കിലോയോളം തൂക്കം വരുന്ന സാൽമൺ ഫില്ലെ ഞാനൊരു 16 ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും ചെറുതായിട്ട് നുറുക്കണമെന്നില്ല, വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇതിൻ്റെ മേലെ വിതറാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒപ്പം 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങൾക്കും മേലെ നാരങ്ങാനീര് വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ സോയ സോസും അതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം ഒരു പിടി ചേർക്കുകയാണ്. ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, പക്ഷേ അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അത് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സവാളയുടെ പകുതി നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വൈറ്റ് ഓണിയൻ ആയതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. റെഡ് ഓണിയൻ ചേർത്തും ഇത് തയ്യാറാക്കാം. 4-5 വലിയ അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർക്കുവാണ്. ഇനി ഒരു പിടി ചെറി ടൊമാറ്റോസ് പകുതിയായി മുറിച്ച് ചേർക്കാം. ചെറി ടൊമാറ്റോസിന് പകരം നമ്മുടെ സാധാരണ തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്താലും മതി. അടുത്തത് 4 ടേബിൾ സ്പൂൺ ബട്ടർ. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഓരോ മീൻ കഷ്ണത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അവൻ 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീഹീറ്റഡ് ആണ്. ഈ 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ നമ്മൾ 30 മിനിറ്റോളം ബേക്ക് ചെയ്യും. 30 മിനിറ്റിന് ശേഷം നമ്മളിതെടുത്ത് മീൻ കഷ്ണങ്ങളെല്ലാം മറിച്ചിടണം. എന്നിട്ട് മറുവശത്ത് അല്പം സോയാ സോസ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒപ്പം 1 ടേബിൾ സ്പൂൺ റമ്മ് കൂടി ചേർക്കുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷണലാണ്. റമ്മില്ലാതെയും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ബ്രോയിൽ ചെയ്യണം. ബേക്കല്ല, ഇത്തവണ ബ്രോയിലാണ് ചെയ്യുന്നത്. എനിക്കിവിടെ ഇലക്ട്രിക് അവൻ ആയതുകൊണ്ട് ബ്രോയിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓവനുള്ളിൽ മുകൾ ഭാഗത്തുള്ള ഹീറ്റിംഗ് കോയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കോയിലിനടുത്ത് വരുന്ന ടോപ്പ് റാക്കിലാണ് നമ്മൾ സാധനം വയ്ക്കുന്നത്. ഗ്യാസ് അവൻ യൂസ് ചെയ്യുന്നവർക്ക് അതിൽ ബ്രോയിലിനായിട്ടൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, അതിനുള്ളിൽ വയ്ക്കുക. അപ്പോൾ ബ്രോയിൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഹീറ്റ് വരുന്നത് കൊണ്ട് 5 മിനിറ്റ് മതി ഇത് റെഡിയാവാൻ. കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അത് ശ്രദ്ധിക്കണം. ഈ സാൽമൺ പീസസിന് ഒരു ബേൺഡ് ലുക്കും ടെക്സ്ചറും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സോയ് സോസ് കൊണ്ട് ഗ്ലേസ് ചെയ്തിട്ട് ബ്രോയിൽ ചെയ്യുന്നത്. ഇങ്ങനെ സോയ് ഗ്ലേസ് ചെയ്യുമ്പോൾ ഈ സാൽമൺ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. 5 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലൊരു ബേൺഡ് ലുക്കായിരിക്കും. ഇങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ കുറച്ച് നേരം വെച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ സോയ് ഗ്ലേസ്ഡ് സാൽമൺ വിത്ത് വെജീസ് റെഡി ആയി കഴിഞ്ഞു. ഇത് കഴിക്കുമ്പം ഈ സാൽമണിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ഇറങ്ങിയ ജ്യൂസും കൂടെ കൂട്ടി വേണം കഴിക്കാൻ. ഇതിങ്ങനെ തന്നെയും കഴിക്കാം, റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.